നമസ്കാരം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് CBDT നോട്ടിഫിക്കേഷൻ നമ്പർ 94/2022 ഓഗസ്റ്റ് 10 ഇൻകം ടാക്സ് റൂൾസ് ഭേദഗതി ചെയ്യുന്നതിന് പുതിയ നിയമങ്ങൾ ചേർത്തിരിക്കുന്നു. ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സ്ഥാപനങ്ങൾ ഏതൊക്കെ കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, അതിനെപ്പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സൂക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായ കണക്ക് പുസ്തകങ്ങളും മറ്റു രേഖകളും ബുക്സ് ഓഫ് അക്കൗണ്ട് ടു ബി കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ചാരിറ്റബിൾ അഥവാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഇനി പറയുന്നവ ഉൾപ്പെടെയുള്ള കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. 1. ക്യാഷ് ബുക്ക്. 2. ലെഡ്ജർ. 3. ജേണൽ. ക്യാഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്നെങ്കിൽ ജേണലിൻ്റെ ആവശ്യമില്ല. മെർക്കൻറ്റൈൽ ഓർ അക്രൂഡ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴാണ് ജേണലിൻ്റെ ആവശ്യകത വരുന്നത്. 4. ബില്ലുകളുടെ പകർപ്പുകൾ, മെഷീൻ നമ്പർ ഉള്ളതോ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഉള്ളതോ ആകട്ടെ അത്തരം ബില്ലുകൾ. 5. ഒറിജിനൽ ബില്ലുകളും ട്രസ്റ്റ് നടത്തിയ പേയ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട രസീതുകളും. 6. ശരിയായതും നടത്തിയ ഇടപാടുകൾ വിശദീകരിക്കുന്നതിനുമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട മറ്റേതെങ്കിലും ബുക്സ്. നെയിം, അഡ്രസ്, ലക്ഷ്യങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും രേഖകൾ. വരുമാനത്തിൻ്റെ രേഖയുമായി ബന്ധപ്പെട്ട് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്, ഡോണേഴ്സ് നെയിം, അഡ്രസ്, പാൻ അഥവാ ആധാർ നമ്പർ എന്നിവയുടെ വിശദാംശങ്ങൾ. ട്രസ്റ്റിന് കീഴിലുള്ള വസ്തുവകളിൽ നിന്നുള്ള വരുമാനം സെക്ഷൻ 11(2) പ്രകാരം അത്തരം സ്വത്തുക്കളുടെ പട്ടികയോടൊപ്പം പരാമർശിക്കുന്നു. ഓരോ വർഷവും അതാത് വർഷത്തെ വരുമാനത്തിന് 85% ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് അനുസൃതമായി വരുമാനം അക്യൂമുലേറ്റ് ചെയ്യുകയോ സെറ്റ് അപ്പാർട്ട് ചെയ്യുകയോ ചെയ്യാം. അത്തരം വരുമാനം അക്യൂമുലേറ്റ് ചെയ്ത് 5 വർഷത്തിനുള്ളിൽ ചെലവഴിക്കണം. ഈ തുക സെക്ഷൻ 11(5) വ്യക്തമാക്കിയിട്ടുള്ള ഫോമുകളിലും മൂടുകളിലും, അതായത് ബാങ്ക് ഡിപ്പോസിറ്റ് മുതലായവയിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അക്യൂമുലേഷൻ എമൗണ്ട്, വർഷത്തിൻ്റെ വിശദാംശങ്ങൾ, അത്തരം അക്യൂമുലേഷനിൽ നിന്ന് അപ്ലൈ ചെയ്ത ഇൻകം അളവ്, ഏതെങ്കിലും ക്രെഡിറ്റോ പേയ്മെൻറ്റോ നടത്തിയ വ്യക്തിയുടെ പേരും വിലാസവും, അത്തരം അപേക്ഷ നൽകിയ വസ്തുവിൻ്റെ പേരും വിലാസവും എന്നിവ ഉൾക്കൊള്ളുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. നികുതിദായകൻ്റെ കൈവശമുള്ള പ്രോപ്പർട്ടികളുടെ റെക്കോർഡ്, അതായത് വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫിക്സഡ് അസറ്റ് ഡീറ്റെയിൽസ്, നേച്ചർ, പ്രോപ്പർട്ടിയുടെ വിലാസം, അസറ്റ്സ് അക്വിസിഷൻ ചെലവ്, അസറ്റ് രജിസ്ട്രേഷൻ ചെലവുകൾ, അത്തരം സ്വത്തുക്കളുടെ കൈമാറ്റം, പുതിയ ക്യാപിറ്റൽ അസറ്റ് ഏറ്റെടുക്കുന്നതിന് ഉപയോഗിച്ച നെറ്റ് കൺസിഡറേഷൻ, ഒരു പ്രത്യേക നിർദ്ദേശത്തോടെ സ്വമേധയാ നൽകിയ സ്പെസിഫിക് പർപ്പസ് സംഭാവനയുടെ രേഖ, അവ കോർപ്പസിൻ്റെ ഭാഗമാകണം. ക്ഷേത്രം, പള്ളി, ഗുരുദ്വാര അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ എന്നിവയുടെ പുനരുദ്ധാനത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി ലഭിച്ച സംഭാവനയുടെ രേഖ സെക്ഷൻ 80G(2)(b) പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ സെക്ഷൻ 1023C അല്ലെങ്കിൽ സെക്ഷൻ 11(1)ൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ കോർപ്പസായി പരിഗണിക്കുന്നു. വായ്പകളുടെ രേഖകൾ, ലോൺ തീയതിയും തിരിച്ചടവ് തീയതിയും, വായ്പ കൊടുത്ത വ്യക്തിയുടെ പേര്, ലെൻഡേഴ്സ് വിലാസം, പാൻ അഥവാ ആധാർ നമ്പർ. അക്കൗണ്ടുകളുടെയും മറ്റ് ഡോക്യുമെൻറ്റുകളുടെയും ബുക്കുകൾ ഫിസിക്കൽ രൂപത്തിലോ ഇലക്ട്രോണിക് ഫോമിലോ ഡിജിറ്റൽ ഫോമിലോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഡാറ്റ സ്റ്റോറേജ് ഉപകരണത്തിൻ്റെ മറ്റേതെങ്കിലും രൂപത്തിലോ സ്റ്റോർഡ് ഡേറ്റയുടെ പ്രിൻ്റൗട്ടുകളായി സൂക്ഷിക്കാവുന്നതാണ്. അക്കൗണ്ട് ബുക്കുകളും മറ്റ് രേഖകളും ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇയർ അവസാനം മുതൽ 9 വർഷത്തേക്ക് സൂക്ഷിക്കുകയും വേണം. സെക്ഷൻ 149ൽ നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 147 പ്രകാരം ഏതെങ്കിലും വർഷവുമായി ബന്ധപ്പെട്ട അസസ്മെൻറ്റ് വീണ്ടും റീഓപ്പൺ ചെയ്താൽ റീഅസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നവരെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടരണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്, റെഗുലറൈസിംഗ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 1012AB എന്നിവയെപ്പറ്റി അടുത്തതിൽ. നന്ദി.